ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 29 വെള്ളിയാഴ്ചയാണ്. ഇന്നലത്തെ മാർക്കറ്റിൻ്റെ അവധിക്ക് ശേഷം വീണ്ടും നമ്മൾ തിരികെ ഇന്ന് മാർക്കറ്റിലേക്ക് എത്തുകയാണ്. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. കാരണം ഇറാൻ സംഘർഷത്തിൽ പുതിയൊരു ട്വിസ്റ്റ് വരികയാണ്. സൈനിക നീക്കങ്ങൾ ശക്തമാകുമ്പോഴും അമേരിക്കയും ഇറാനും തമ്മിലുള്ള താൽക്കാലിക സമാധാന കരാർ ഒപ്പിടാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ യുദ്ധം ആരംഭിച്ചിട്ട് ഏകദേശം 3 മാസമായി. ഇത് വെറും 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നില്ല. ലോകമെമ്പാടുമുള്ള സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിച്ച ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ സാമ്പത്തിക സമ്മർദ്ദവും എണ്ണവില ഉയർന്നതും വ്യാപാര തടസ്സങ്ങളും എല്ലാം അങ്ങനെ വലിയ കഷ്ടതകളിലൂടെയാണ് നീങ്ങിപ്പോയത്. ഗ്യാസ് കിട്ടാത്തതിൻ്റെയൊക്കെ ക്ഷാമം നമ്മൾ വലുതായി തന്നെ അറിഞ്ഞതാണ്. അതിനുശേഷമാണ് പെട്രോൾ വിലയിൽ 7 രൂപയിലധികം ഉള്ള വർധനവൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതെല്ലാം ഈ യുദ്ധം മൂലമാണ് ഉണ്ടായത്. അത്തരത്തിൽ ഈ യുദ്ധം അവസാനിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ നമ്മൾ അടക്കമുള്ള സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കുന്നത്. അത് ഗ്ലോബൽ മാർക്കറ്റുകളിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ വിപണികൾ പോസിറ്റീവിലാണ്. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കണ്ടൻസ് ഇന്ന് പറയാനുണ്ട്. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഏതായാലും ഈ സന്തോഷ വാർത്തയിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.6% നേട്ടത്തിലും കോസ്പി മാർക്കറ്റ് 2.2% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,875-ൽ 2 പോയിന്റ്സ് ഉയർന്നാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. 125 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സാധ്യത കാണുന്നത്. US മാർക്കറ്റിലേക്ക് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധവിരാമം ഇനി 60 ദിവസത്തേക്ക് കൂടി നീളുമെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ അമേരിക്കൻ ഓഹരി വിപണികൾ ശക്തമായിട്ടുള്ള ക്ലോസിംഗ് ആണ് ഇന്നലെയും രേഖപ്പെടുത്തിയത്. US മാർക്കറ്റുകൾ പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. പ്രത്യേകിച്ച് S&P 500-ഉം നാസ്ഡാക്കും എക്കാലത്തെയും ഉയർന്ന നിലയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ US-ൽ ടെക് ഷെയറുകളാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. മൈക്രോസോഫ്റ്റ് 3.5% നേട്ടവും മാർവൽ ടെക്നോളജി 3% നേട്ടവും ഉണ്ടാക്കി. ഇനി മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, അമേരിക്കയിൽ ഇൻഫ്ലേഷൻ വീണ്ടും കുതിച്ചുയരുകയാണ്. ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഊർജ്ജവില കുതിച്ചുയർന്നതിനെ തുടർന്ന് ഏപ്രിൽ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ കഴിഞ്ഞ 3 വർഷത്തിനിടയിലെ ഏറ്റവും വേഗത്തിലുള്ള വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ 2008-ന് ശേഷം വിപ്രോ ഇതാദ്യമായി 20% അടുത്തുള്ള നല്ലൊരു റാലി കാഴ്ചവെച്ചു. ഇന്നലെ 18% വിപ്രോ ഉയർന്നത്. വിപ്രോ ADR-ൽ കഴിഞ്ഞ 10 ദിവസങ്ങളിൽ 8 ദിവസവും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഈ വമ്പൻ റാലിക്ക് കാരണമായത് സർവീസ് നൗവുമായി വിപ്രോ പ്രഖ്യാപിച്ച ഒരു പങ്കാളിത്തമാണ്. ഏതായാലും സ്റ്റോക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഫോക്കസിൽ ഉണ്ടായിരിക്കും. ഇനി ഇൻഫോസിസ് 2.5% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. മറ്റ് ബാങ്കിങ് സൈഡിലേക്ക് വന്നാൽ HDFC ADR 0.5% ഇടിവിലും ICICI 0.08% ഇടിവിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.44% ഇടിവിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. മറ്റ് അസറ്റ് ക്ലാസ്സുകളിലേക്ക് വന്നാൽ ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ വീണ്ടും ഇടിവിൽ തന്നെയാണ്. 1.5% മുകളിലുള്ള ഒരു ഇടിവിൽ $73,000 ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് 0.6% ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ട്രേഡ് ചെയ്യുന്നു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 1,14,440 എന്ന നിലയിലാണ്. യുദ്ധത്തിൽ ഒരു സമാധാന കരാർ ഉടൻ തന്നെ ഒപ്പിടും എന്നുള്ള പ്രതീക്ഷയിൽ ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് വലിയ ഇടിവിൽ തന്നെയാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. $93 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ ഏറ്റവും കീ ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകളാണ്. LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ 1:1 എന്ന അനുപാതത്തിൽ ബോണസ് ഷെയർ ഇഷ്യൂവിൻ്റെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ഇന്നാണ്. ഫെഡറൽ റിസർവ് ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തു നിന്നുമുള്ള സ്പീച്ചുകൾ ഇന്ന് വരുന്നുണ്ട്. നീൽ കഷ്കരി, മിഷേൽ ബൗമാൻ, മേരി ഡാലി തുടങ്ങിയവരുടെ സ്പീച്ചുകളാണ് ഇന്നുള്ളത്. അടുത്തത് CPI ഇൻഫ്ലേഷൻ ഡാറ്റ, ടോക്കിയോ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് CPI ഇൻഫ്ലേഷൻ ഡാറ്റ ജപ്പാനിൽ നിന്ന് പുറത്തു വരുന്നു. കാനഡയിൽ നിന്നും GDP ഡാറ്റ ഇന്ന് പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്ലോബലി കൂടാതെ ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകൾ. ഇനി മറ്റൊരു വാർത്ത നോക്കാം. BSE 500 കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനികളുടെ വരുമാനം 13 ക്വാർട്ടറിനിടയിലെ ഏറ്റവും വലിയ വളർച്ചയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ കമ്പനികളുടെ ലാഭം പ്രതീക്ഷിച്ചതുപോലെ ഉയർന്നിട്ടുമില്ല.
കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ശമ്പള വളർച്ച, അസംസ്കൃത വസ്തുക്കളുടെ വില, ലോജിസ്റ്റിക് ചെലവ്, വായ്പാ പലിശ എല്ലാം കൂടി ഇന്ത്യൻ കമ്പനികളുടെ മാർജിനുകൾ ചുരുങ്ങുകയാണ്. 2026 മാർച്ച് ക്വാർട്ടറിൽ ഇന്ത്യയുടെ BSE 500 കമ്പനികളുടെ റവന്യൂ 15.2% ഉയർന്നിരിക്കുന്നത്. 3 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച വളർച്ച തന്നെയാണ്. എന്നാൽ നെറ്റ് പ്രോഫിറ്റ് വളർന്നത് വെറും 11% മാത്രമാണ്. എല്ലാ പ്രമുഖ കമ്പനികളും ഈ BSE 500 കമ്പനികളിൽ ഉൾപ്പെടുന്നുണ്ട്. ബാങ്കിങ് സെക്ടറിലുള്ള HDFC ബാങ്ക്, ICICI ബാങ്ക്, SBI, TCS, ഇൻഫോസിസ്, പിന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ്, ഓട്ടോ സെക്ടറിലുള്ള മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, ലാർസൻ ടുബ്രോ, ഫാർമ സെക്ടറിലുള്ള സൺഫാർമ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ തുടങ്ങിയ ധാരാളം HIL അടക്കമുള്ള ധാരാളം കമ്പനികളെല്ലാം ഈ BSE 500 കമ്പനികളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി 2026 മാർച്ച് ക്വാർട്ടറിൽ മികച്ച ഗ്രോത്ത് നൽകിയ ചില സെക്ടറുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഓട്ടോമൊബൈൽസ്, ഓട്ടോ ആൻസിലറീസ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, റിന്യൂവബിൾ എനർജി തുടങ്ങിയവയാണ് അതെല്ലാം. അടുത്തതായി സ്റ്റോക്ക് ന്യൂസിലേക്ക്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ് കൂടാതെ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ എന്നിവ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 2 മാസം വരെയുള്ള നമ്മുടെ ഈ കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണ്. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് തൊട്ടുമുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ഇനി Q4 റിസൾട്ടുകളിലേക്ക്. ആദ്യം ഫിസിക്സ് വാല എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോസ് കുറഞ്ഞിരിക്കുകയാണ്. 74.9 കോടി രൂപയിലാണ് ലോസ് ഇത്തവണ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ലോസായിട്ട് കമ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നത് 293.9 കോടി രൂപയായിരുന്നു. ഇനി റവന്യൂവിൽ മികച്ച വർധനവാണ്. 50.7% ഉയർന്ന് 918.8 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കമ്പനി അശോക് ലൈലൻഡ് ആണ്. പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 1290.7 കോടി രൂപയാണ്. പ്രോഫിറ്റിൽ 14.2% വർധനവ് റിപ്പോർട്ട് ചെയ്തു. റവന്യൂവിൽ 17.4% വർധനവും കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 17,246.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ദീപക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെട്രോ കെമിക്കൽസ് കോർപ്പറേഷൻ എന്ന കമ്പനി. പ്രോഫിറ്റിൽ വലിയ ഇടിവാണ്. 49.7% ഇടിവ് റിപ്പോർട്ട് ചെയ്തു. 139.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 12.9% വർധനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3011.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ബാറ്റ ഇന്ത്യയാണ്. പ്രോഫിറ്റിൽ 95.2% വലിയ ഇടിവ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നു. റവന്യൂവിൽ ഒരു ചെറിയ വർധനവ് മാത്രം 5% വർദ്ധിച്ച് 827.6 കോടി രൂപയിലാണ് റവന്യൂ എത്തി നിൽക്കുന്നത്. മറ്റൊരു കമ്പനി PC ജ്വല്ലേഴ്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ നല്ല വർധനവ് 61.3% വർദ്ധിച്ച് 152.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 32.7% വർധനവ് 927.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി GMR എയർപോർട്ട്സ് ആണ്. പ്രോഫിറ്റിൽ 302.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. 237.6 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കഴിഞ്ഞ ഇയർ ഓൺ ഇയറിൽ കമ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നത്. റവന്യൂവിൽ 37.5% വർധനവ് 3938.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് PG ഇലക്ട്രോപ്ലാസ്റ്റ് എന്ന കമ്പനി. 64.9 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഇടിവാണ്. 55.3% ഇടിവാണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂവിൽ 10.1% ഇടിവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഒരു മോശം റിസൾട്ട് തന്നെയാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നത്. മറ്റൊരു കമ്പനി ഗബ്രിയിൽ ഇന്ത്യ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 3.5% വർധനവ് കാണിച്ചു. 66.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 12.7% വർധനവ് 1209.6 കോടി രൂപയിലാണ് റവന്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ഏജിസ് ലോജിസ്റ്റിക്സ്, ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ, BEML, ഗ്ലെൻമാർക്ക് ഫാർമ, ഗുജറാത്ത് ഗ്യാസ്, GVK പവർ ആൻഡ് ഇൻഫ്ര, ഇനോക്സ് വിൻഡ്, IPK ലബോറട്ടറീസ്, ലൂമെക്സ് ഓട്ടോ ടെക്നോളജീസ്, നാറ്റ്കോ ഫാർമ, ഒലക്ട്ര ഗ്രീൻ ടെക്, റൂബിക്കോൺ റിസർച്ച്, സ്റ്റീൽ സ്ട്രൈപ്സ് വീൽസ് തുടങ്ങിയവയാണ്. അടുത്തായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. ബുധനാഴ്ച FIS 1043 കോടി രൂപയ്ക്കാണ് ക്യാഷ് മാർക്കറ്റിൽ സെല്ല് ചെയ്ത്. DIS ആവട്ടെ 3821 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു.
ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.